അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള ഈ റമദാൻ 9 ഇന്ന് 22 9-ാം തീയതി നടത്തിയ റമദാൻ്റെ രഹസ്യാർത്ഥം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഉള്ള ഒരു പ്രഭാഷണമാണ്. അതിൽ ഗഹനമായ പല കാര്യങ്ങളും നമ്മൾ അശ്രദ്ധയിൽ കഴിയുന്ന നമ്മുടെ അവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അതിനെ നമ്മുടെ ബോധമണ്ഡലത്തെ ഉണർത്തിക്കൊണ്ട് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, മനുഷ്യൻ്റെ ബോധമണ്ഡലത്തെ ഉണർത്തുവാനാണ് റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്നത്. റമദാൻ നമ്മിലേക്ക് വരുന്നത് നമുക്കൊരു ബോധമണ്ഡലമുണ്ട്, അതിനെ ഉണർത്താനാണ്. ഈ ബോധമണ്ഡലം ഉണരുന്നില്ല എങ്കിൽ നമ്മൾ നിദ്രയിലായിരിക്കും. അത് ഉണരുമ്പോഴാണ് നമ്മൾ ഉണർന്നു എന്ന് പറയുന്നത്. ആ ബോധമണ്ഡലം ശരിക്കും ഫങ്ഷനിങ് ആകുന്നില്ല എങ്കിൽ നമുക്ക് കാര്യങ്ങൾ ശരിക്ക് കേൾക്കാൻ കഴിയില്ല, നമുക്ക് കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, നമുക്ക് കാര്യങ്ങൾ ശരിക്ക് ചിന്തിക്കുവാൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മൾ മൃഗതുല്യരായിപ്പോവും. പക്ഷേ ചെവിയും ബുദ്ധിയും കണ്ണും നാക്കും കാലുകളും ഒക്കെ ഉണ്ട് എങ്കിലും അത് ശരിയായ നിലയിൽ ഫങ്ഷനിങ് ആകുന്നില്ല എങ്കിൽ അപ്പോൾ മനുഷ്യൻ്റെ ബോധമണ്ഡലത്തെ ഉണർത്തുവാനാണ് റമദാൻ നമ്മിലേക്ക് കടന്നു വരുന്നത്. ഒരാൾ വിശ്വാസിയാണ് എന്ന് പറയുന്നു, ആ പറയുന്നത് ശരിയാണോ എന്നും അവനിൽ ആ വിശ്വാസമുണ്ടോ എന്നും യഥാർത്ഥത്തിൽ അറിയുന്നതിനാണ് റമദാൻ്റെ ആഗമനം. ആർക്ക് വേണമെങ്കിലും പറയാം ഞങ്ങളൊക്കെ വിശ്വാസിയാണ്. അത് പറയുന്നത് വല്ല അർത്ഥവും ഉള്ളതാണോ, അതിന് യഥാർത്ഥമായ ഒരു മൂല്യം ഇവൻ കൽപ്പിച്ചിട്ടുണ്ടോ, അതോ അവൻ്റെ അടവ് നയമാണോ അത് എന്ന് സിവിയർ ടെസ്റ്റ് നടത്തുകയാണ് റമദാൻ നമ്മിലേക്ക് വന്ന്. അവൻ്റെ പ്രഖ്യാപനം ഞാനൊരു വിശ്വാസിയായ മുസ്ലിമാണ് എന്നാണ്. ആരാണോ അതോ അല്ലയോ എന്നറിയുവാൻ, അവൻ ആ പ്രഖ്യാപനം പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നറിയാൻ, പ്രസ്താവനയിൽ വല്ല വാസ്തവമുണ്ടോ. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ MLA ആകാൻ പോകുന്നവർ
മന്ത്രിയാകാൻ പോകുന്നവർ ഒരുപാട് വാരിക്കോരി പ്രസ്താവനകൾ നടത്തും. പക്ഷേ ഈ പ്രസ്താവന നടത്തിയ കാര്യം നല്ല കാര്യങ്ങളാണ്. പക്ഷെ അത് പ്രവൃത്തിപഥത്തിലുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തിയെ വിലയിരുത്തുന്നത്. ഇതുപോലെ അല്ലാഹു തആല ഓരോ വർഷവും ഓരോ വ്യക്തിയെയും പരിശോധനയ്ക്കായിട്ട് ലാബിൽ കയറ്റി കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തി അവന് ഇന്ന ഫാൾട്ടുകളൊക്കെ ഉണ്ട്, ഇന്ന കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, ഇന്ന കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുണ്ട്, അതിന് ഇന്ന ടാബ്ലറ്റൂടെ കഴിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞൊരു കുറിപ്പടിയൊക്കെ എഴുതി തരും നമ്മൾ ഡോക്ടർമാർ. ഈ ഭൗതിക ലോകത്ത് ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ട് എങ്കിൽ ആത്മീയ ലോകത്ത് ഈ കാണുന്നതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ പോകുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ശരിയായ നിലയിലാണോ ഇവൻ വന്നത്? അങ്ങനെയുള്ളവർക്ക് പാർക്കാനുള്ള ഇടം പ്രത്യേകമുണ്ട്. ഡോക്ടർമാർക്ക് താമസിക്കാൻ പ്രത്യേക ഇടമുണ്ട്. പേഷ്യൻസ് താമസിക്കാൻ പ്രത്യേക ഇടമുണ്ട്. ഇത് അങ്ങനെ ഒരു ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രോഗികളാണ് എന്നവർ തിരിച്ചറിയുന്നില്ല. രോഗികൾ ഡോക്ടർമാരായാലുള്ള അവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും അവസ്ഥ? രോഗികൾ ഡോക്ടർമാരാവുക, അവർ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നിർദ്ദേശിക്കാൻ തുടങ്ങുക. ഇവർ രോഗികളാണ് എന്ന് അവരറിയുന്നില്ല, പക്ഷേ അവർ ഡോക്ടർമാരുടെ ജോലിയായി ഏറ്റെടുത്ത് ചെയ്യുന്നത്. റമദാൻ, വിശിഷ്യ റമദാനിലെ വ്രതാനുഷ്ഠാനം അതൊരു കണ്ണാടിയാണ്. അത് അവനെ അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുവാൻ പ്രേരിപ്പിക്കുന്നു. നമ്മൾ ഈ റമദാൻ മാസത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആഹാരം കഴിക്കുന്നില്ല. വൈകുന്നേരം ആകുമ്പോൾ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ച് നല്ലതുപോലെ തിന്ന് രുചിച്ചിറക്കുന്നു എന്നല്ല. ഖലീഫത്തുള്ള പറയുന്നു, റമദാൻ എന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണ്. അത് അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നു. ഞാനിങ്ങനെ പട്ടിണിയിരിക്കുന്നു, ആഹാരവും ജലവും കഴിക്കാതിരിക്കുന്നു, എന്തിനാണ്? അത് അവൻ്റെ ഹൃദയത്തിലേക്ക്, ഉള്ളിലേക്ക് ഒന്ന് ചോദിക്കുക. അങ്ങനെ ആത്മപരിശോധന നടത്തി നോക്കുക. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എൻ്റെ ലക്ഷ്യം എന്താണ്? അങ്ങനെ ഇരിക്കുമ്പോൾ അത് പൂർണ്ണമായ ലക്ഷ്യം നേടണമെങ്കിൽ എനിക്ക് അങ്ങോട്ട് നോക്കിക്കൂടാ, ഇന്നതുപോലെ ചിന്തിച്ചുകൂടാ, ഇന്നത് പറഞ്ഞുകൂടാ, ഇന്നത് കേട്ടുകൂടാ, വഴക്കുണ്ടാക്കിക്കൂടാ, ഖുർആൻ പാരായണം ചെയ്യണം, നമസ്കരിക്കണം, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ കുറേ തത്വങ്ങൾ നമ്മുടെ മുമ്പാകെ വെക്കുന്നു. ഇതൊക്കെ ചെയ്യത്തക്ക നിലയിലേക്ക് നിൻ്റെ ഹൃദയത്തിലേക്ക് ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള ഒരവസരം. അതെങ്ങനെ? ഈ മാസം മറ്റുള്ള മാസങ്ങളേക്കാൾ ഭയങ്കര തിരക്കാണ്. പിന്നെ അങ്ങനെ ഹൃദയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് എവിടെ കൊണ്ടിട്ട് നോക്കാൻ? മറ്റു മാസങ്ങളേക്കാൾ വലിയ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ എടുത്തു ചാടി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഹൃദയത്തിലോട്ട് നോക്കാനും ആ ഹൃദയത്തിൽ ഞാൻ ചെയ്യുന്നത് എന്താണ് എന്നൊരു ആത്മപരിശോധന നടത്തുവാനും ഇത് ഖലീഫത്തുള്ള പറയുന്നത് അതൊരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിലൂടെ, ഹൃദയമാകുന്ന കണ്ണാടിയിലൂടെ നിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിനക്ക് ഇരുന്നു കൊണ്ട് കാണണം. നിൻ്റെ മനസ്സിൽ, നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ചിന്തയിൽ എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ റമദാനെ വരവേറ്റത് എന്നാണ്. അത് കഴിഞ്ഞ മാസത്തിൽ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഞങ്ങൾ നോക്കിക്കോളാം. സത്യത്തിൽ റമദാൻ ഒരുവൻ്റെ ബോധ്യത്തെ തന്നെ അഭിമുഖീകരിക്കുകയാണ്. തൻ്റെ ബോധ്യം, താൻ മനസ്സിലാക്കുന്ന കാര്യം, അവരുടെ ആന്തരികമായ ഉറപ്പില്ലായ്മയിലേക്കും അള്ളാഹുവിന് പകരം മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിലേക്കും അവരുടെ മനോവിചാരങ്ങളിലേക്കും നമ്മൾ കടന്നു ചെല്ലണം. എന്തുവാ നമ്മുടെ മനോവിചാരങ്ങൾ?
അതുപോലെ അള്ളാഹുവിൽ പരിപൂർണമായിട്ട് നമുക്ക് ഉറപ്പുണ്ടോ, അതോ മറ്റുള്ളവരെ കൂടെ ആശ്രയിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അകക്കാമ്പിലേക്ക് തിരിഞ്ഞ് നിന്ന് നോക്കാനുള്ള ഒരവസരം. അതിനൊരവസരത്തിന് ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കണ്ടേ, ഒന്ന് ചിന്തിക്കണ്ടേ? അങ്ങനെ ചുരുക്കത്തിൽ റമദാൻ വ്രതം അവനെ പ്രേരിപ്പിക്കുകയാണ് യാഥാർത്ഥ്യത്തെ നേരിടുവാൻ, എല്ലാ പൊയ് ദൈവങ്ങളെയും ഉപേക്ഷിക്കുവാൻ. പൊയ് ദൈവങ്ങൾ കൊണ്ട് നിറച്ച് വച്ചിരിക്കുകയാണ് നമ്മുടെ ചുറ്റും മാത്രമല്ല, നമ്മുടെ ഉള്ളിലും. അതുകൊണ്ട് ആ പൊയ് ദൈവങ്ങളുടെ പുറകിലാണ് നമ്മൾ ഓട്ടം. എങ്കിലേ എനിക്ക് ജീവിക്കാൻ നോക്കൂ, ആ ബോധ്യമാണ് അവന്. ആ ബോധ്യം അവന് കൊടുത്തതാരാണ്? പിശാച്. അള്ളാഹു താല കൊടുക്കുന്നതോ ഞാൻ മതിയായവനാ. അലൈസല്ലാഹു ബി കാഫിൻ അബ്ദോ, തൻ്റെ ദാസന് അള്ളാഹു മതിയായവനല്ലേ എന്ന് ആ ചോദ്യമൊക്കെ കളഞ്ഞ് ഈ അലൈസ ഷൈത്താൻ ബി കാഫിൻ അബ്ദോ, ആ ദാസന് പിശാച് പോരെയോ, മതിയായനല്ലോ? എല്ലാ മോഹങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ കൗതുകകരമായ കാഴ്ചകളും അലങ്കരിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ കൽപ്പനകൾ അനുസരിച്ച് നീ ചെയ്താൽ നിൻ്റെ ജീവിതത്തിന് വളരെ വലിയ നാശം, കഷ്ടം, നഷ്ടം സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് അതൊക്കെ ഒരു വശത്ത് കിടക്കട്ടെ, നീ വാ വാ എന്ന് പറഞ്ഞ് അവരങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതവർ അവരുടെ ഹൃദയങ്ങളിൽ കുടിയിരുത്തിയിരിക്കുകയാണ്. അതവരുടെ വിശ്വാസത്തെ കലുഷിതമാക്കിയിരിക്കുകയാണ്. അങ്ങനെ അത് അവർ അംഗീകരിക്കുന്നു. അപ്പം ഇങ്ങനെ കലുഷിതമായ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കുടിയിരുത്തിയിരിക്കുന്ന ഈ പൊയ് ദൈവങ്ങൾ നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതിന് പകരം നമ്മൾ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്ക് അവൻ നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ അവൻ്റെ പുറയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ന കാര്യം നമ്മൾ അറിയുന്നില്ല. അറിയുന്നതിന് വേണ്ടി അള്ളാഹു തുറന്നു വച്ചിരിക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം. ഒരു കുട്ടി അവൻ്റെ ഇസ്ലാമിനെ പുതുതായി മനസ്സിലാക്കുന്നത് പോലെ, ഒരു കുട്ടി ജനിച്ചു, അവൻ വളർന്നു വരുന്നു. അപ്പോൾ അവന് വേറെ ഒന്നും കളങ്കമൊന്നുമില്ല. ഈമാൻ കാര്യം 6, ഇസ്ലാം കാര്യം 5, നിസ്കരിക്കണം. ഇതല്ലാതെ അവന് വേറെ അതിനപ്പുറത്ത് യാതൊന്നുമില്ല, നിഷ്കളങ്കമായി. ഇതുപോലെ നിഷ്കളങ്കമായ ഒരു കുട്ടിയായി രൂപാന്തരപ്പെടുന്നതിന് വേണ്ടി അള്ളാഹു വർഷത്തിലൊരിക്കൽ ഒരു മാസം തന്നിരിക്കുകയാണ്. ഇസ്ലാമിനെ തനതായ നിലയിൽ മനസ്സിലാക്കി നിങ്ങൾ അള്ളാഹുവിൽ അഭയം കൊള്ളുവാൻ, അഭയം തേടുവാൻ ഒരു മാസക്കാലം കംപ്ലീറ്റ് ചെക്കപ്പിന് വേണ്ടി. ആശുപത്രിയിലൊക്കെ നമുക്കൊരാഴ്ച പോകണം, അവിടെ ചെന്ന് ഒരാഴ്ച കിടന്നേ പറ്റൂ. സുഖമായിട്ട് കിടക്കും. ദുഃഖിയല്ല കേട്ടോ, 2 ആഴ്ച കിടക്കും, എത്ര നാൾ വേണേലും കിടക്കും. അല്ലാഹു തആല അവൻ്റെ അനുഗ്രഹവർഷം ഭൂമുഖത്തേക്ക് ഇറക്കുന്ന, മുഴുമാനവനും വെളിച്ചം നൽകുന്ന പ്രകാശമാനമായ ആ ദൗത്യ നിർവഹണം പൂർത്തിയാക്കിയ ആ ദിനം നമ്മെ വീണ്ടും വീണ്ടും ചുറ്റിക്കൊണ്ട് വരികയാണ്. 365 ദിവസമാകുമ്പോൾ വീണ്ടും നമ്മളെ കറക്കി, വീണ്ടും ചിന്തിക്കാൻ. കാരണം ഓടി 11 മാസം ഓടി, നട്ടും ബോൾട്ടും ഓയിലില്ലായ്മയും എല്ലാം കൊണ്ട് തകരാറായി കിടക്കുകയാണ്. അതിനെയെല്ലാം ഒന്ന് കഴുകി ശുദ്ധമാക്കി ഇച്ചിരി എണ്ണയൊക്കെ ഇട്ട് റീസർവീസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ആ വണ്ടിയെ പുറത്തെടുത്തില്ല എങ്കിൽ വഴി കൂടെ ചത്ത് കിടക്കുന്നെന്ന് പറയാം. അത് ഫാൾട്ട് ചെയ്ത്, ഇത് ഫാൾട്ട് ചെയ്ത്, അങ്ങനെ വേണം. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും നമ്മുടെ ശുഷ്കിച്ചു പോയ ബുദ്ധി വെച്ച് മനസ്സിലാകുകയും ചെയ്യുന്നതാണ്. പക്ഷേ അല്ലാഹു തആല വർഷത്തിലൊരിക്കൽ നമ്മെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കി വൃത്തിയാക്കി ശുദ്ധമാക്കി എടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ വർഷാപ്പിൽ കയറത്തില്ല, ഓടിക്കളയും. ഒരു കുട്ടി അവൻ്റെ ഇസ്ലാമിനെ പുതുതായി മനസ്സിലാക്കിയ പോലെ, അപ്പം നല്ല സർവീസ് ചെയ്ത് പുറത്തിറക്കാൻ
വണ്ടി നല്ല കണ്ടീഷനായി കേട്ടോ. അതൊക്കെ പറയാൻ നല്ല ബുദ്ധിയാണ് അവർക്ക്. അള്ളാഹു ഇല്ലാതെ അവർക്കൊരു ദിശാബോധം ഇല്ല എന്നും ഒരു ഉറപ്പും ഇല്ല എന്നും അറിയുന്നു. അതുകൊണ്ട് അള്ളാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന, സത്യവിശ്വാസികൾക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ വർക്ക്ഷോപ്പിൽ വർഷത്തിലൊരിക്കൽ കയറി നല്ലതുപോലെ ഒന്ന് ചെക്കപ്പ് നടത്തി, ആത്മപരിശോധന നടത്തി നോക്കി ഏതൊക്കെ അവയവങ്ങൾക്ക് എന്തൊക്കെ ഫാൾട്ടുകൾ സംഭവിച്ചു പോയി, നമ്മുടെ നാവിന്, നമ്മുടെ കണ്ണിന്, നമ്മുടെ ചെവിക്ക്, നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ കൈകാലുകൾക്ക്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം കുഴപ്പം സംഭവിച്ചിരിക്കുക. അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ വർക്ക്ഷോപ്പിൽ കയറ്റുന്ന മാസമായത്. റമദാന് ആന്തരിക നിശബ്ദതയുടെ കല അവനെ പഠിപ്പിക്കുന്നു. ഒന്ന് നിശബ്ദമായിട്ടിരിക്കാൻ, ഒന്ന് ചിന്തിക്കാൻ. അതെങ്ങനെ? ഈ നിശബ്ദമായി ഇരിക്കാൻ, ചിന്തിക്കാമെന്ന് പറയുന്നിടത്തും നമ്മുടെ മറ്റേ പെട്ടിയായിട്ടാണ് സഞ്ചാരം. അത് നമ്മൾ രാവും പകലും ആ പിശാചിൻ്റെ പെട്ടി നമ്മുടെ ജീവിതത്തിൽ നിന്നും, നമ്മുടെ കയ്യിൽ നിന്നും ഒരു നിമിഷം പോലും മാറ്റിവെക്കാൻ ഒക്കുകയില്ല. അതിലൂടെ ഇങ്ങനെ ഖുർആൻ്റെ സൂക്തങ്ങളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ട് കൊടുക്കുകയാണ്. ഇന്നാ ഞങ്ങൾ താണ്ട ദീനിൻ്റെ സേവനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ വചനം, ഈ വചനം, മറ്റേ വചനം, അങ്ങനെ വചനം ഇടുന്ന ആളുകൾക്ക് അള്ളാൻ്റെ ദൂതൻ പറയുന്ന ഈ സതുപദേശം ഒന്ന് കേൾക്കാൻ പോലും സമയമില്ലാത്ത ആളുകളാണ്. അതിൻ്റെ പുറകിലാണ് ആളുകൾ. മാനവരാശിക്ക് എന്നേക്കും ദീപ്തിമത്തായി പ്രശോഭിക്കുന്ന ഈ ഖുർആൻ ഇതിനെ വിശദീകരിക്കുന്നതിനു വേണ്ടി, മനസ്സിലാക്കി തരുന്നതിനു വേണ്ടി അവൻ്റെ സൃഷ്ടികളോടുള്ള സ്നേഹാധികരേഖത്താൽ അല്ലാഹു തആല അവൻ്റെ ദാസന്മാരിൽ നിന്ന് ഒരു ദാസനെ തിരഞ്ഞെടുക്കുകയും അത് ബോധനം നൽകുകയും ചെയ്യുമ്പോൾ ആ ബോധനത്തിനനുസരിച്ച് ആ വർക്ക്ഷോപ്പ് മാനേജർ പറയുന്നതനുസരിച്ച് വണ്ടി അവിടെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണ്ടേ? എന്നാലല്ലേ അതനുസരിച്ച് അതിനെ ശുദ്ധീകരിച്ച് റെഡിയാക്കി തിരിച്ച് തരൂ. ഇത് വർക്ക്ഷോപ്പ് മാനേജർ പറഞ്ഞാൽ കേൾക്കുകയല്ല, വണ്ടി കൊണ്ട് ഇടത്തുമില്ല. റമദാൻ ആന്തരിക നിശബ്ദതയുടെ കല അവനെ പഠിപ്പിക്കുന്നു. വിശപ്പും ദാഹവും അസ്വസ്ഥതകൾ, ഇതര വിചാരങ്ങൾ ഇല്ലാതാക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് തൻ്റെ തന്നെ ആന്തരിക ബോധ്യത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുവാൻ ഒരു ഇടം ലഭിക്കുന്നു. എന്താണ് ഈ പറഞ്ഞത്? വിശപ്പും ദാഹവും, നമ്മൾ ഏതായാലും പട്ടിണിയിരിക്കുക, വിശപ്പും ദാഹവും നമ്മൾക്ക് സഹിച്ചിരിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കും, ഞാൻ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ആന്തരിക ബോധ്യത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കും. എന്തിനാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത്? അവന് ചിന്തിക്കാൻ ഒരിടം, ഒരു സമയം, ഒരു ഇത് കിട്ടുന്നു. പ്രസ്തുത നിശബ്ദതയിൽ അവൻ കണ്ടെത്തുന്നു, അവൻ സ്വയം അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അവരുടെ അനേകം ഇച്ഛകളും ആവശ്യമില്ലാത്തതായിരുന്നു എന്ന്. കഴിഞ്ഞ 11 മാസക്കാലം ഞാൻ പറയുകയും ചെയ്യുകയും ചെയ്തതുമൊക്കെ പരാജയമായിപ്പോയി, ശരിയായില്ല. ഇത് അവന് ബോധ്യം വരണമെങ്കിൽ ഇങ്ങനെ വിശപ്പും ദാഹവും സഹിച്ച് ഒരിടത്തിരുന്ന് ചിന്തിക്കണം, ആലോചിക്കണം. തൻ്റെ ഉള്ളിലേക്ക് താനൊന്ന് തിരിഞ്ഞ് നോക്കണം. ഉള്ളിൽ നോക്കുന്നില്ലല്ലോ. ഉള്ളിൽ മറ്റവൻ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ നോക്കാനൊരു അവസരം ഉണ്ടായില്ല. എന്നാൽ വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അവന് മറ്റ് വിചാരവികാരങ്ങളിലേക്ക് പോകാതെ തൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ വിശപ്പും ദാഹവും ഒന്നും സഹിച്ചിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ. മല്ലം യദ ഖൗല സൂറ വൽ അമല ബിഹി ലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമുഹു വശറാബുഹു. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ വേണ്ടുന്ന പോലെയൊക്കെ ചെയ്യുന്നില്ല എങ്കിൽ അന്നപാനീയങ്ങളൊന്നും ഉപേക്ഷിച്ചിരിക്കേണ്ട ഒരു കാര്യം അല്ലാഹുവിനില്ല. അവരുടെ അനേകം വാക്കുകളും അധികപ്പറ്റായിരുന്നു എന്ന് ഉള്ളിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴറിയാം, നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രയോജനവും ഇല്ലാത്ത അധികപ്പറ്റുകളായിരുന്നു.
ഒരു ഫലവും ഇല്ലാത്ത കാര്യം. അവരുടെ അനേകം പ്രവർത്തനങ്ങളുടെ ബുദ്ധിപരമായിരുന്നില്ല എന്നും അനേകം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 11 മാസം ചെയ്ത അനേകം പ്രവർത്തനങ്ങളും ബുദ്ധിപരമായിരുന്നില്ല എന്നും വെറും വൈകാരികതയിൽ അധിഷ്ഠിതമായിരുന്നു എന്നും വികാര ആവേശത്തിന് അടിമപ്പെട്ട് എന്തൊക്കെയോ പുലമ്പി എന്നല്ലാതെ ഈ 11 മാസക്കാലം വേണ്ടതുപോലൊന്നും ചെയ്തില്ല എന്ന് വ്രതമനുഷ്ഠിച്ച് ഇരിക്കേണ്ട ആശുപത്രിയിൽ കയറി ഇരിക്കുകയാണെങ്കിൽ, ആ ബെഡിൽ ഇരുന്നു കൊണ്ട് ആലോചിക്കുകയാണെങ്കിൽ മാത്രം കിട്ടുന്നതാണ്. ഇതങ്ങ് വഴി കിടക്കുന്ന ഒരു വിലയില്ലാത്ത സാധനമൊന്നുമല്ല. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ്രതാനുഷ്ഠാനത്തിൻ്റെ പകുതി ക്ഷമയാകുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യമാകണമെങ്കിൽ ക്ഷമയോടെ എനിക്കത് ചെയ്യണം, എനിക്കിത് ചെയ്യണം, എനിക്ക് ആ കാര്യം സാധിക്കണം, ഈ കാര്യം സാധിക്കണം, ഇങ്ങനെ കിടന്ന് നെട്ടോട്ടം ഓടിയോ. നിങ്ങൾ ക്ഷമയോടെ കാര്യങ്ങൾ ഇരുന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ഉൾക്കാമ്പിലേക്ക് തിരിഞ്ഞു നോക്കണം. നിങ്ങളുടെ ഫാൾട്ടുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ശരിയായില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ ശരിയായില്ല എന്ന് മനസ്സിലാവും. ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മേൽപോട്ടുള്ള പുരോഗതി നിങ്ങൾക്കുണ്ടായില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യമാകുന്നതിന് ക്ഷമയോടെ, അതുകൊണ്ടാണ് ഈ ക്ഷമയാണ് റമദാൻ. അത് നമ്മളെ പഠിപ്പിക്കും. ക്ഷമയോടെ വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് ഞാൻ എന്തിനാണ് അല്ലാഹു തആല നൽകിയ ഈ ശരീരത്തെ, ഈ ആത്മാവിനെ ഇങ്ങനെ ശുദ്ധിയാക്കേണ്ട ആവശ്യകത, അങ്ങനെ അവൻ്റെ ശരീരവും മനസ്സും ആത്മാവും ശുദ്ധീകരിക്കപ്പെടുന്നതിനുള്ള വഴി അടയാളങ്ങളാണ് തുറന്നു വയ്ക്കുന്നത്. അതുകൊണ്ട് ആ പെട്ടിയൊക്കെ ഒത്തിരി അടക്കി വെച്ചിട്ട് ചികിത്സാലയത്തിലേക്ക് എത്രയും വേഗം എത്തിച്ചേർന്ന് ദൈവസായുജ്യം നേടുവാനും നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും തെറ്റായിപ്പോയി എന്ന യാഥാർത്ഥ്യം സ്വയം ബോധ്യപ്പെടുവാനുമുള്ള അവസരമൊരുക്കിക്കൊണ്ട് റമദാൻ നമ്മെ ഓരോരുത്തരെയും മാടി വിളിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി നാളെ നിങ്ങളുടെ മുമ്പാകെ വരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.